ഹലോ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയറൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ? ഞങ്ങളും നല്ല രീതിയിൽ തന്നെ ന്യൂ ഇയർ ആഘോഷിച്ചു. ഞങ്ങൾ ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു യുവശ്രീ പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ട്. ഗ്രാമപ്രദേശത്ത് കുറച്ച് ആൾക്കാർ, അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെ ആഘോഷിക്കുക. ഓരോരുത്തരുടെ വീടുകളിൽ വെച്ചിട്ടാണ് അങ്ങനെ മാറി മാറി അങ്ങനെ ആഘോഷിക്കാറാണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ വരലൊക്കെ തുടങ്ങി. പിന്നെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഓരോരോ പരിപാടികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പാടലുണ്ട്, നല്ല പാടുന്ന ആൾക്കാരുണ്ട് കുറേ നമ്മളെ ഇതിൽ തന്നെ. അങ്ങനെ കുറേ ആൾക്കാർ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ബിരിയാണി ആയിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അന്ന് തന്നെ ഏകാദശി ആയതുകൊണ്ട് തന്നെ അതും ഉണ്ടാക്കിയിരുന്നു. കുറച്ച് പേർക്കൊക്കെ ഏകാദശി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡും ഉണ്ടായിരുന്നു. പുഴുക്കും ഉപ്പുമാവും പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കലും പാട്ടുപാടലും ഒക്കെ പാടുന്നതനുസരിച്ച് അങ്ങനെ കുറേ സമയം നല്ല എൻജോയ് ചെയ്തു എല്ലാവരും. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് ഞങ്ങൾ പിന്നെ ഉള്ളിലിരുന്നിട്ട് കഴിച്ചു. അവർക്കൊക്കെ പുറത്തായിരുന്നു നോണൊക്കെ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ 11:45 ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കേക്ക്. പിന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി അത് ആഘോഷിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കലാശക്കൊട്ടായി. എല്ലാവരും കൂടി പാട്ട് വെച്ച് ഞങ്ങൾ എല്ലാ ചേച്ചിമാരും പിന്നെ ബാക്കിലിരുന്ന് ഏട്ടന്മാരും ഒക്കെ കളിക്കണ്ടായിരുന്നു. ഞങ്ങൾ സ്ത്രീകൾ കുറേ ഉണ്ട്, കുടുംബം എല്ലാവരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിയാവാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ മിനിറ്റായി അത്രയായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പടക്കങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിരുന്നു. അതൊക്കെ പൊട്ടിച്ചു 12 മണിക്ക്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം ന്യൂ ഇയർ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു. എല്ലാവർക്കും ഈ വർഷം ഒരു നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.